ഹലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എവിടെ പോയതാന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ ബുർജ് ഖലീഫ, പിന്നെ ദുബായ് മാൾ, അവിടേക്കൊക്കെ പോയിട്ടുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ. ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക്, പുറത്ത് സെറ്റിൽഡായിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സെറ്റിലായിട്ടുള്ളവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്നിട്ടുള്ള ഒരു മടുപ്പ്. പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത ആൾക്കാർക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓഫിൻ്റെ അന്ന് ഞാൻ പറയും എവിടേക്കെങ്കിലുമൊക്കെ പോകണം. വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഞാൻ മടുപ്പാവും. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാ ഓഫിൻ്റെ അന്നും എവിടേക്കെങ്കിലും പോകണം. ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയാലും പ്രശ്നമില്ല, പക്ഷെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ഇറങ്ങണം എനിക്ക്. അങ്ങനെ ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ തവണത്തെ ഓഫിന് എന്തായാലും അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാ ദുബായ് മാൾ പിടിച്ചാലോ, എല്ലാ കൊല്ലം പോകണത് തന്നെയാണ്, ഈ കൊല്ലം പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ബുർജ് ഖലീഫയിലെ ലൈറ്റ് ഷോയും അതേപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയിനാണ്. പക്ഷേ ഈ തവണ അത് രണ്ടും ഉണ്ടായിരുന്നില്ല. ലൈറ്റ് ഷോ ചെറിയതായിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. ഇതിലറിയാം LED വാൾ വെച്ചിട്ട് അവരതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മെയിൻ്റനൻസ് വർക്ക് ആണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലാണെങ്കിലൊക്കെ എന്താ ചെയ്യുക, ഇവരൊരു വല്ല തുണിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് മറച്ചിട്ടായിരിക്കും അവിടെ പണി നടക്കുക. ഇവർ നോക്കിയാൽ എന്ത് സെറ്റപ്പിലാണല്ലോ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കുറച്ച് നേരം അടിച്ചു പൊളിച്ച് നടന്നു. എല്ലാ കൊല്ലം ഒരു 4-5 കൊല്ലമായി ഞങ്ങളിവിടെ. പക്ഷെ എല്ലാ കൊല്ലം ദുബായ് മാളിൽ പോകുന്നുണ്ടെങ്കിലും ബുർജ് ഖലീഫയുടെ ടോപ്പിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അത് ഇത്തിരി എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടുള്ള കാരണം ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഒരാളല്ലല്ലോ, ഞങ്ങൾ കയറുന്നുണ്ടെങ്കിൽ 3 പേരും കൂടി കയറണം. അത് ഇത്തിരി എക്സ്പെൻസീവ് ആണല്ലോ, അത് കാരണം ഞങ്ങളങ്ങനെ കയറാറില്ല. അങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളങ്ങനെ മുൻഗണന കൊടുക്കാത്ത ഒരു ടീമുകളാണ്. പിന്നെ എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെ ഇരുന്നു വർത്താനം പറഞ്ഞു. ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്, വെറുതെ പോയിരിക്കാൻ നല്ല സ്ഥലമാണ്. പിന്നെ എന്താ, ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ലാത്ത കാരണം പുറത്ത് അങ്ങനെ അധികം നേരം ഇരുന്നിട്ട് ശരിയാവില്ല. മാളിൻ്റെ ഉള്ളിൽ തന്നെ ഓരോന്നൊക്കെ കണ്ട് നടക്കലായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തിരുന്നു. ആകെ വയർത്ത് ഒരു പരിവായ്പ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ കയറി സ്ഥിരം കാണാറുള്ള വാട്ടർഫോൾ, അക്വേറിയം ഇതൊക്കെ കണ്ട് നടന്നു. പിന്നെ വെറുതെ ഒന്ന് ടൈം പാസിന് വെറുതെ ഇങ്ങനെ നടക്കാണല്ലോ. അപ്പോൾ ഓരോ കടയിൽ കയറി ഓരോ ഡ്രസ്സുകൾ നോക്കും, ഷൂസ് നോക്കും. പിന്നെ ചേട്ടന് സ്പോർട്സിനോട് ഇത്തിരി താല്പര്യം കൂടുതലുള്ള ആളായ കാരണം അങ്ങനെ സ്പോർട്സിൻ്റെ കടകളിൽ കയറലും സാധനങ്ങൾ നോക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ സ്കേറ്റിംഗ് ഒക്കെ കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മണി, അവിടെ എത്തിയപ്പോൾ 9 മണി. സ്കേറ്റിങ്ങിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ആയി. അപ്പോഴേക്കും അല്ലാതെ അവിടെ ക്ലോസ് ആയി. അവിടുത്തെ അന്നത്തെ വർക്കും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളെന്തായാലും ഈ തവണ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാ കടകളും ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 11 മണിക്ക് എല്ലാ കടയും ഷട്ടർ ഇട്ട് തുടങ്ങും. അവർ 11 മണി ആകുമ്പോൾ കാരണം എല്ലാവരുടെ അടുത്തും പറയും 11 മണിക്ക് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ കാരണം എല്ലാവരുടെ അടുത്തും പറയും 5 മിനിറ്റും കൂടെ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചെന്നു, അവിടെ എല്ലാ കടകളും ഷട്ടർ അടച്ചിട്ടു. അങ്ങനെ പിന്നെ ഓസ്റ്റിൻ എന്ന് പറയുമ്പോൾ മോൻ അവൻ വളരെ ചെറുപ്പത്തിൽ, കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ അവന് 2 വയസ്സൊക്കെയാണ്, ഇപ്പോൾ 3 വയസ്സ് 4 വയസ്സാവാറായി. അപ്പം അവന് ഇതൊക്കെയായിരുന്നു ഈ തവണ പോയതായിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക. കാരണം അവൻ കുറച്ചുകൂടി വലുതായല്ലോ. അപ്പം ഇതൊക്കെ കുറച്ചുകൂടി അവന് മെമ്മറബിൾ ആയിരിക്കും, അവന് ഓർത്തിരിക്കാൻ പറ്റുന്ന ടൈപ്പ് യാത്രകൾ ആവും ഇനി അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും. അപ്പോൾ അങ്ങനെയുള്ളൂ. ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് വന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ തവണത്തെ ഈ വീക്കിലെ ഓഫിൻ്റെ ഞങ്ങളുടെ വിശേഷം. അപ്പം ശരി, ബൈ, ടാറ്റാ.